നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ നീ കാണിച്ചേ? നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഇത്രയും വലിയൊരു ശിക്ഷ ഞങ്ങൾക്ക് നീ തരണമായിരുന്നോ? എവിടേക്കാ നിന്റെ ഒളിച്ചോട്ടം? നീ എവിടെ നിന്ന് പോയാ എല്ലാത്തിനും പരിഹാരമാവോ? പക്ഷെ ഇപ്പൊ ആന്റി മാത്രം കുറ്റക്കാരിയായി. അങ്കിൾ ആന്റിയെ തല്ലി. ഞാൻ കാരണം എന്തൊക്കെയാ അവിടെ സംഭവിച്ചത്? സോറി സൂര്യ, നിങ്ങൾ രണ്ടാളും എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഈ വിവരം അറിയുമ്പോ സന്തോഷിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു. അതെങ്ങനെ സന്തോഷിക്കും മാനസ? ഭാമ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായത് അവളൊരു കുടുംബിനിയും ഭർത്താവിന്റെ അനുവാദം ഉള്ളതുകൊണ്ടുമായിരുന്നു. പക്ഷെ നീ അങ്ങനെയാണോ? വിവാഹിതയാകാത്ത നിന്നെ സരോഗസി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിച്ചതാണെന്നേ നാളെ സമൂഹം പറയൂ. അതറിയോ നിനക്ക്? പണ്ടേ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, എന്ത് വിചാരിച്ചാലും നടക്കണം. പക്ഷെ നീയും അതിനൊപ്പം നിൽക്കുന്ന ആരറിഞ്ഞു? സൂര്യ, ഞാൻ പറഞ്ഞില്ലേ സരോഗസി എന്താണെന്നും ഇത് ചെയ്യുന്നവര് പാലിക്കേണ്ട നിയമവശങ്ങൾ എന്താണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. നീ എന്ത് മനസ്സിലാക്കിന്നാ? അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇതിന് തയ്യാറാകില്ലായിരുന്നു. ഇതിനൊക്കെ ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് ഉണ്ട് മനസ്സ. അതുകൊണ്ടാ നമ്മൾ ഇത്രയും ശ്രമിച്ചിട്ടും ഒരാളെ കിട്ടാത്തത്. അതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആരെങ്കിലും കേസിന് വഴക്കിന് പോയാലല്ലേ ഇതൊരു വിഷയമാവും. ഇവിടെ ഇപ്പോ ആരും ശല്യത്തിന് വരില്ലല്ലോ. നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മാനസ. ഈ വിവരം നമ്മുടെ കുടുംബത്തിലെ ആർക്കും അംഗീകരിക്കാനാവില്ല. ഞാൻ ആന്റിയെ കുറിച്ചും നിങ്ങളെ രണ്ടാളെ കുറിച്ചും മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഇതിലും വലുത് എനിക്ക് ചെയ്യാനില്ല ഭാവന. എന്തായാലും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം തന്നെ ഇത് ചെയ്തത്. അത് ഏത് കോടതിയിൽ പറയാനും ഞാൻ തയ്യാറാ. എന്നാലും ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാനില്ല. മനസ്സ, നിന്റെ മനസ്സ് നല്ലതാണെന്നും നിനക്ക് ആരെയും ചതിക്കാൻ പറ്റില്ലെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. നിന്റെ ഭാവി അതെന്താ നീ മനസ്സിലാക്കാത്തെ? ഞങ്ങൾക്ക് വേണ്ടി നീ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്താ നാളെ നിനക്കൊരു ജീവിതം വേണ്ടേ? അതുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നെ ആന്റിയൊക്കെ കുറ്റപ്പെടുത്തുന്നത്. നോക്ക് മാനസ, അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മയ്ക്ക് വേണ്ടതൊരു പേരക്കുട്ടിയാ. അതിനു വേണ്ടിയാ അമ്മ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഒരിക്കലും അല്ല സൂര്യ, ഞാനാ ആന്റിയോട് ഈ കാര്യം പറഞ്ഞത്. നിറഞ്ഞ മനസ്സോടെ തന്നെയാ ഞാനിത് ചെയ്യാൻ തയ്യാറായത്. ഞാനിവിടെ നിന്നാലല്ലേ ചോദിക്കുന്നവരോട് സമാധാനം പറയേണ്ടി വരൂ. അതുകൊണ്ടാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം. അതിന് നിന്നെ ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് വേണ്ടേ? നീ വണ്ടിയിലോട്ട് കയറ്, ബാക്കിയൊക്കെ വീട്ടിൽ പോയി സംസാരിക്കാം. ഇല്ല സൂര്യ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നെ എല്ലാവരും മോശം കണ്ണുകൊണ്ടേ കാണൂ. അത് വേണ്ട, ഞാൻ പോവാ. എന്നായാലും ഞാൻ പോകേണ്ടവളാണല്ലോ. മാനസ, നിന്നെ ആരും മോശം കണ്ണുകൊണ്ടൊന്നും കാണില്ല. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ വാ. മനസ്സ പറയുന്നത് കേൾക്ക്. അമ്മയാകെ വല്ലാത്തൊരവസ്ഥയില്ല. അത്രമാത്രം നിന്നെ മനസ്സിലേറ്റിയത് അമ്മ. നീ കാരണം അമ്മ ഇനിയൊരു രോഗിയാവരുത്. അതെ മനസ്സ, ഇപ്പൊ നിന്നോട് ഞങ്ങൾക്കൊരു ദേഷ്യവും ഇല്ല. ഇനി ഇക്കാര്യം പറഞ്ഞ് ആരും നിന്നെ വേദനിപ്പിക്കില്ല. ഞാനല്ലേ പറയുന്നേ? നോക്ക്, അന്നും ഇന്നും നിന്നെ ഞാൻ എന്റെ കൂടപ്പിറപ്പായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്റെ അച്ഛനും അമ്മയും എന്നെ ചതിച്ചപ്പോഴും നിന്നെ ഞാൻ വെറുത്തിട്ടില്ല. അതുകൊണ്ട് ഒരല്പമെങ്കിലും സ്നേഹം നിന്റെ മനസ്സിൽ എന്നോടുണ്ടെങ്കിൽ നീ ഞങ്ങളോടൊപ്പം വരും. ഒരിക്കലും നിന്നെ ബലം പ്രയോഗിച്ച് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയില്ല. എന്താ വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. സൂര്യ, ഇനി നിർബന്ധിക്കണ്ട. നമ്മൾ ഇവക്ക് ആരുമല്ല. വാ, നമുക്ക് പോവാം. സൂര്യ,
മനസ്സ പോട്ടെ, കരയാതെ. മനസ്സ, ഏയ് മനസ്സ, എന്തേ കാണിച്ച? എന്തേ കാണിച്ച? ഞങ്ങൾ എവിടേക്ക് നിന്നെ അന്വേഷിച്ചു. കരയണ്ട ഭാവന, ഇവളെയും കൊണ്ടുപോവാ. കരയാതെ വാ. വാ മോളെ, കരയണ്ട. ദൈവമേ, ഹലോ സൂര്യ. ആ ചെയ്തോട്ടാ, ആ മാനസെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആണോ? എവിടെയായിരുന്നു അവള്? ഞങ്ങളിവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു കടയുടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ അവളെ കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെയ്തോട്ടൻ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് ചെന്നോ. ആ ശരി. ആന്റി, മോളെ